Welcome to my new episode. കുറേ കാലമായി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒരു 1 year എബോവ് 1 year ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് പെട്ടെന്നൊരു തിരിച്ചു വരുമെന്ന്. 1 year ഞാൻ റെസ്റ്റിലായിരുന്നു. വളരെ സന്തോഷമുള്ള കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 3-3.5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. പ്രഗ്നൻ്റ് ആയി എന്നുള്ളതല്ല, മീൻസ് ഞാൻ പ്രഗ്നൻ്റ് ആയി എന്നുള്ളതല്ല, അതിന് മുമ്പ് 2 ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടായിരുന്നു. സോ 2 ട്യൂബൽ പ്രഗ്നൻസിക്ക് ശേഷമാണ് ഞങ്ങൾക്ക് മൂന്നാമത് ഒരു വീണ്ടും പ്രഗ്നൻ്റ് ആയി. അത് നല്ല രീതിയിൽ ഞങ്ങൾക്കൊരു കുഞ്ഞു വാവ ഉണ്ടായിട്ടുണ്ട്. അവളുടെ പേരിൽ ചടങ്ങ് കഴിഞ്ഞു. ഒരു 60-90 ഡേയ്സ് ആയിട്ടേ ഉള്ളൂ പാക്ക്. അപ്പോൾ ഇത് ഞാൻ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളുടെ അടുത്ത്. കാരണം ആദ്യം ഞാൻ ഷെയർ ചെയ്യേണ്ട വിചാരിച്ചു, എന്തിനതൊക്കെ ഷെയർ ചെയ്യുന്നത്, എല്ലാവരും ഇടുന്നതല്ലേ. പക്ഷെ പിന്നീട് എനിക്ക് തോന്നി എന്നെ പോലെ ഇങ്ങനെ അയ്യോ ഇനി എനിക്ക് കുട്ടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ പലരും നിങ്ങൾക്ക് എന്താ കുട്ടിയില്ലേ, കല്യാണം കഴിഞ്ഞ് ഇത്രയായില്ലേ, ഇതുവരെ കുട്ടികളായില്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടില്ല, ഒരാളെ ചോദിച്ചിട്ടുള്ളൂ. അത് ചോദിച്ചെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം വെച്ചാൽ എന്നെപ്പറ്റി ഒരുവിധം എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിരുന്നു, ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു, അങ്ങനെയൊന്നും പറയാൻ പോയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു. ഒരാൾ ചോദിച്ചത് ഞാൻ പ്രഗ്നൻ്റ് ആകുന്നതിന് ഒരു 2-3 മാസം മുൻപ് ഒരിക്കൽ എന്നോട് ഇങ്ങനെ ചോദിച്ചു. ഹസ്ബൻഡിന് കൊച്ചുങ്ങളെ ഭയങ്കര ഇഷ്ടം, കുട്ടികളെ ഇങ്ങനെ എടുത്ത് ഭയങ്കരമായിട്ട് കളിപ്പിക്കും, ഏത് കുട്ടികളെ കണ്ടാലും. കുട്ടികളെ ഹസ്ബൻഡ് മാത്രമല്ല എനിക്കും ഇഷ്ടമാണ്, കുട്ടികളെ ഇഷ്ടമില്ലാത്ത ആരും ഇല്ലല്ലോ. പക്ഷെ അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വൈകിപ്പിക്കുന്നത്, വേഗം ഒരു കുട്ടീനെ നോക്കിക്കൂടെ, എന്തിനാ ഇങ്ങനെ വൈകിക്കുന്നത്, കല്യാണം കഴിഞ്ഞ് ഇത്രയായില്ലേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ അതുവരെ എനിക്ക് ഒരു കുട്ടിയില്ല എന്നുള്ളതൊരു പ്രശ്നമായി തോന്നിയില്ല. കാരണം ഞങ്ങൾക്ക് മീൻസ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് അറിയുന്ന ആൾക്കാരുള്ളൂ. ഓക്കെ, 2 പ്രഗ്നൻസി കഴിഞ്ഞതാണ്, ട്യൂബലാണ്, ഇനി മൂന്നാമത് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യത്തിൽ ഞങ്ങൾ നിൽക്കുന്ന സമയമായിരുന്നു അത്. അപ്പം ഞാനൊന്ന് ഹസ്ബൻഡിനോട് ഷെയർ ചെയ്തു. അപ്പോൾ ശക്തനോടും എൻ്റെ അമ്മേനോടും പറഞ്ഞപ്പോൾ അമ്മയും പറഞ്ഞു ഒന്നും കാര്യമാക്കാൻ നിൽക്കണ്ട, പറയുന്നവർ പലരും പറയുന്നു പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു അങ്ങനെ മറ്റുള്ളവരുടെ ചോദ്യത്തിനൊക്കെ നമ്മൾ ഉത്തരം പറയുന്ന അതിനേ നേരം ഉണ്ടാവുള്ളൂ, നീ പേടിക്കേണ്ട, നമുക്ക് നല്ലൊരു വാവ ഉണ്ടാവും, നല്ലൊരു കുഞ്ഞു വാവനെ ദൈവം നമുക്ക് തരും, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 2-3 മാസത്തിന് ശേഷം പ്രഗ്നൻ്റ് ആയി. ഭയങ്കര സന്തോഷമായിരുന്നു. 9 മാസം 9 month നവംബർ 19 ആണ് അവൾ ഉണ്ടായത്. മീൻസ് 2024 നവംബർ 19 രാവിലെയാണ് അവളെ ജനിച്ചത്. സിസേറിയൻ ആയിരുന്നു. ഞാൻ സിസേറിയൻ അല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ സിസേറിയൻ ആയിരുന്നു. എന്തായാലും ഞാൻ ഹാപ്പിയാണ്, വാവ ഹാപ്പിയാണ്, ഹസ്ബൻഡ് ഹാപ്പിയാണ്. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ കുറേ തിക്തമായ അനുഭവങ്ങളിൽ കടന്നുവരവർ പേടിക്കേണ്ട, നമുക്ക് ദൈവം നല്ലൊരു വാവിനെ തരും. വാവിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോകളിലൂടെ ഞാൻ വാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിലൂടെ എൻ്റെ മീൻസ് സ്റ്റോറികൾ ഞാൻ പറഞ്ഞുതരാം. മീൻസ് എങ്ങനെയായിരുന്നു എൻ്റെ ഓരോ പ്രഗ്നൻസി കഴിഞ്ഞു പോയതും, പിന്നീട് ഇങ്ങനൊരു വാവ ഉണ്ടാകാൻ വേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻ ഞാൻ ചെയ്തു, എന്തൊക്കെ മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ വരുത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്.